തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും യേശു കർത്താവിൻ്റെ തിരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് വീണ്ടും ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുവചനം ധ്യാനിപ്പാനായി ശാന്തമായിട്ട് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ രാത്രി സമയം തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം കഴിഞ്ഞ ആഴ്ചയിൽ പ്രാരംഭമായിട്ട് ചില ചിന്തകൾ നമുക്കൊന്നിച്ച് ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ രാത്രി സമയം തുടർന്ന് നമ്മൾ ആ ഭാഗത്തു നിന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം ആരംഭിക്കുന്നത് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുകയും ആ ലേഖനത്തിൻ്റെ ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗം യേശു ക്രിസ്തുവിലുള്ളതാകുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ഒന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അധ്യായമാണ്. ചാപ്റ്റർ 8 ഓഫ് റോമൻസ് ബിഗിൻസ് വിത്ത് നോ കണ്ടംനേഷൻ ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് നോ സെപ്പറേഷൻ. എങ്കിലും ഈ ചാപ്റ്റർ ഡിവിഷൻ എന്നുള്ളത് പിന്നീടുണ്ടായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കണം. എന്നാൽ തന്നെയും ആ പ്രത്യേക വിഷയം ആരംഭിക്കുന്നത് ശിക്ഷാവിധിയില്ലെന്നും അവസാനിക്കുന്നത് കർത്താവിങ്കിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുള്ള പ്രസ്താവത്തോടുകൂടെയാണ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ പ്രാരംഭമാകുന്ന ചില വാക്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. പ്രധാനമായിട്ട് ആ അധ്യായത്തെ 3 ഭാഗങ്ങളായിട്ട് there is a natural division of chapter 8. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 17-ാം വാക്യം വരെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ച്, ക്രിയകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സ്വതന്ത്രമാക്കുന്നു, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു, നമ്മെ വിശുദ്ധീകരിക്കുന്നു, നമ്മെ നടത്തുന്നു, നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു, അതുപോലെ നമ്മെ ഉയർപ്പിക്കുന്നു, നമ്മുടെ മർത്യ ശരീരത്തെ ഉയർപ്പിക്കുന്നു. ഈ ചിന്തകൾ ആ വാക്യങ്ങളിൽ വിശേഷിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് അതിൻ്റെ 18 മുതൽ 27 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ വാസ്തവമാകുന്ന ആ ലിബറേഷൻ, ദൈവമക്കളുടെ ആ സ്വാതന്ത്ര്യം, വരുവാനുള്ളതാകുന്ന ആ പ്രത്യാശ, തേജസ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നു. അവസാനമായിട്ട് the steadfastness of God's love, മാറാത്തതാകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ളതാകുന്ന വാക്യങ്ങളാണ് അല്പമായിട്ട് ചിന്തിച്ചത്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ വേദഭാഗത്തെക്കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചു. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു നമ്മെ നീതീകരിപ്പാൻ, നമ്മെ ദൈവമക്കളാക്കുവാൻ. എന്നാൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മെ വിശുദ്ധിയോടെ, വേർപാടോടെ ജീവിപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന്. അപ്പോൾ നീതീകരണവും വിശുദ്ധീകരണവും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളത് ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നിർത്തി, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തി ആകേണ്ടതിന് തന്നെ മുകളിൽ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യായമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അങ്ങനെ ദൈവം ചെയ്തപ്പോൾ നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ, അല്ലെ നമ്മെ നീതീകരിക്കുവാൻ എന്നൊക്കെയാണ് ന്യായമായിട്ട് പൗലോസ് എഴുതേണ്ടത്. നിശ്ചയമായിട്ടും തന്റെ പുത്രനെ അയച്ചത് അതിനുവേണ്ടി തന്നെയാണ്. എങ്കിലും ഇവിടെ ഈ 4-ാം വാക്യത്തില് ഒരു പടി കൂടെ കടന്ന് കേവലം ആത്മരക്ഷ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുചെല്ലുക എന്നുള്ള ഒരു 1 പോയിന്റ് അജണ്ടയല്ലായിരുന്നു ദൈവത്തിന് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ ആ വാക്യത്തിൽ കാണുന്നു. അവിടെ
ആ 4-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 3-4 വാക്യങ്ങൾ ചേർത്ത് നമ്മൾ വായിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്റർ ഡിവിഷനും വേഴ്സ് ഡിവിഷനും ഒക്കെ പിന്നീടുണ്ടായതാ. ഇതൊന്നിച്ചങ്ങ് എഴുതുകയാണ്. ഇൻഫാക്ട് ഒറിജിനൽ ലാംഗ്വേജിൽ വേണ്ടത്ര പങ്ക്ച്വേഷൻസ് പോലുമില്ല. അങ്ങനെയെങ്കിൽ ഏറെക്കുറെയൊക്കെയുള്ള ഓരോ പാരഗ്രാഫും ഏറെക്കുറെ ഓരോ സെന്റൻസ് ആയിട്ടൊക്കെയാണ് വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഒന്നൊന്നിനോട് ഘടിപ്പിച്ച് ബന്ധിപ്പിച്ച് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ദൈവത്തിന്റെ വചനത്തിൽ അതിന്റെ അർത്ഥം നിലകൊള്ളുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ദൈവം തന്റെ പുത്രനെ പാപജഠത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു, പാപം നിമിത്തം അയച്ചു, പാപത്തിന് ജഠത്തിൽ ശിക്ഷ വിധിച്ചു. എന്നിട്ട് പറയുകയാണ്, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നീതീകരണം എന്നതുപോലെ തന്നെ വിശുദ്ധീകരണവും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. God has made provision for our justification to save us from eternal damnation, and he has also made a provision on the cross for our sanctification. It is not only for just having attained or having completed certain minimum requirements and just entering into heaven. That was not the goal when God sent his son to die on the cross of Calvary. ദൈവം തന്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞത് കേവലമാകുന്ന, നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത, പൊതുവെ നമ്മുടെ ചിന്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂശി തകർത്തത് തന്നെ നമുക്ക് ഈ ഭൂമി കുറെ സുഖമൊക്കെ തരാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തന്റെ പുത്രനെ അയച്ചത്, 1, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, നമ്മെ നീതീകരിച്ചു. 2, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന്. ഇൻ അതർ വേർഡ്സ്, മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണത്തിന്റെ മുൻപുള്ള അടിസ്ഥാനപരമാകുന്ന ചുവടുകളായി, പടികളായി ദൈവം നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വിശുദ്ധീകരണം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. സോ ഗോഡ് മെയ്ഡ് പ്രൊവിഷൻ ഫോർ ജസ്റ്റിഫിക്കേഷൻ, ആൻഡ് ഹി ഓൾസോ മെയ്ഡ് പ്രൊവിഷൻ ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ. തന്റെ പുത്രനെ അയച്ചു, ക്രൂശിൽ തകർത്തു, നീതീകരണത്തിന് വേണ്ടി. തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു, വിശുദ്ധീകരണത്തിന് വേണ്ടി. ആ കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വിശുദ്ധീകരണം എന്നുള്ളത് അടിസ്ഥാനപരമാകുന്ന ഉപദേശമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആഡ് ഓൺ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ എക്സ്ട്രാ. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന് വേണ്ടി നമ്മൾ വേർതിരിയപ്പെടുക, നമ്മൾ ദൈവത്തിന്റെ വകയായി തീരുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള മാനപാത്രങ്ങളായി നമ്മെ തീരുക എന്നുള്ളത് ഓപ്ഷണൽ എക്സ്ട്രാ അല്ല, അത് അടിസ്ഥാന ഉപദേശമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ ഈ 4-ാമത്തെ വാക്യത്തിൽ നമ്മളത് വളരെ വ്യക്തതയോടെ നമ്മൾ കാണുന്നു. മുകളിൽ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ദൈവം ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, ജഡത്താലുള്ള ബലഹീന നിമിത്തം. അപ്പൊ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്, നമ്മുടെ ബലഹീന നിമിത്തം കഴിയാഞ്ഞത് ദൈവം തന്നെ ചെയ്തു. തന്റെ പുത്രനെ അയച്ചു, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പിന്നെ തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ ആക്കി. അതിന്റെ 5 മുതൽ 8 വരെയുള്ളതാകുന്ന വാക്യങ്ങളാണ് തുടർന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. നമ്മൾ ആ ഭാഗം ഒന്ന് വായിക്കാൻ പോകുകയാണ്. എന്നാൽ അതിന് മുൻപ് തന്നെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോയിട്ട് നമ്മൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ ജഡത്തെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാകുന്ന ധ്വനി, അല്ലെങ്കിൽ ആ ഒരു പരോക്ഷമാകുന്ന, ഒന്ന് പ്രത്യക്ഷമായിട്ടും മറ്റൊന്ന് പരോക്ഷമായിട്ടും
അല്ല, വളരെ ക്ലിയർ ആയിട്ട്, വളരെ പ്രത്യക്ഷമായിട്ട്, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന. അപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ, വെരി എക്സ്പ്ലിസിറ്റ്ലി, വളരെ കൃത്യതയോടെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നതിനെ കുറിച്ചും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെ കുറിച്ചും പൗലോസ് ശ്ലീഹ പറഞ്ഞു. ഒന്ന്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുക. മറ്റൊന്ന്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു. സാമുവേൽ അവിടെ ഇരുന്നേ എനിക്കല്ലേ. ആത്മാവെന്നും പൗലോസ് ശ്ലീഹ എഴുതുന്നത് കൊണ്ട് എന്താണ് താൻ അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, ആത്മാവെന്നുള്ളത് ഇവിടെ ഈ വാക്യങ്ങളിൽ മുഴുവൻ, അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം ഒഴികെ ബാക്കി ആ 17 വാക്യങ്ങളിലും ആത്മാവ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. 16-ാം വാക്യത്തിൽ മാത്രം നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്കി ഈ 17 വാക്യങ്ങളിൽ ഏതൊക്കെ വാക്യങ്ങളിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ, whether it is implied or explicitly stated, in all those verses Paul means the Spirit of God. അവിടെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന അർത്ഥമാക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ വെക്കണം. 2, ജഡമെന്ന വാക്കിനാൽ പൗലോസ് എന്താ അർത്ഥമാക്കുന്നത്? നിശ്ചയമായിട്ടും ജഡമെന്നുള്ളതിന് മലയാളത്തിൽ ജഡമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മുടെ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ അതിലെല്ലാം വ്യത്യസ്തമാകുന്ന വാക്കുകളുണ്ട്. മറ്റ് ഭാഷകളിൽ ഒരുപക്ഷെ ചില പദങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ അത്ര പദസമ്പത്ത് ആ ഭാഷകളിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും സാഹചര്യം അനുസരിച്ച് അർത്ഥം വ്യത്യസ്തപ്പെടുന്നുണ്ട്. അപ്പോൾ ജഡമെന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, ആത്മാവെന്നതുകൊണ്ട് 16-ാം വാക്യത്തിലെ ഒരു റെഫറൻസ് ഒഴികെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണ്. എന്നാൽ ജഡമെന്നതുകൊണ്ട് എന്താ പൗലോസ് അർത്ഥമാക്കുന്നത് അതൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ വേദപുസ്തകം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്നതാണല്ലോ ഏറ്റവും ഉചിതമായിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും മനസ്സിലാകാൻ വേണ്ടി ആ ഭാഗം മുഴുവൻ വായിക്കാൻ ഒരുപക്ഷെ നമുക്ക് സമയമില്ലെങ്കിലും ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആ ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, എനിക്ക് തോന്നുന്നത് അത്ര വലിയ പാസേജ് അല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഉറക്കം വായിക്കുന്നത് നന്നായിരിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം, ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചാൽ അത് വളരെ വ്യക്തമായിരിക്കും. അതുകൊണ്ട് ആ വാക്യം വായിക്കുമ്പോൾ ജഡം എന്നതുകൊണ്ട് എന്താ പൗലോസ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഒന്ന് വായിക്കാം, ദയവായിട്ട് വായിക്കാം. നോക്കുക, അവിടെ again Paul is talking about the tension, the friction between the flesh and the Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ജഡവും തമ്മിലുള്ളതാകുന്ന ആ കോൺഫ്ലിക്റ്റ്, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. അങ്ങനെയെങ്കിൽ എന്താണ് ജഡത്തിന്റെ ഇഷ്ടം? വായിച്ചു. യെസ് 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 നോക്കുക, ജഡത്തിന്റെ പ്രവർത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, നോക്കുക, ഒരുപക്ഷെ മദ്യപാനം വെറിക്കൂത്തും ഒക്കെ
ഒഴിവാക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികളെന്ന് പറഞ്ഞിട്ട് ഇന്നതാകുന്നു. ഇനിയും വായിച്ചു, നമുക്ക് സമയമില്ല. ഓക്കെ, പെട്ടെന്ന് നോക്കിയേ, ശ്രദ്ധിക്കണം. ഇവിടെ പൗലോസ് പറയുന്നത്, ഇത് ആർക്കാ എഴുതുന്നത്? ദൈവമക്കൾക്ക് എഴുതുന്ന കാര്യമാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പുകൂട്ടി പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നു ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ ഭാഗമെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് താഴോട്ട് പറയുന്നു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചവരാകുന്നു. ഈ ക്രൂശീകരണവും റോമാലേഖനം 6-ാം അധ്യായത്തിലുള്ള ആ ക്രൂശീകരണവും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ച, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, ഈ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമായിരിക്കുക. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന ഒന്നല്ല. അപ്പൊ ജഡം എന്നതിനാൽ ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പൊ മദ്യപിക്കുന്ന ഒരു വ്യക്തി, ഇവിടെ മദ്യപാനം ജഡത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണല്ലോ പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് നന്നായിട്ടറിയാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും തോന്നി. അത് ഒത്തിരി ഒരു അലാമിങ് ന്യൂസ് ആയിരുന്നു. അതായത് ഈ ലേബറേഴ്സ് ആയിട്ടൊക്കെ ഇവിടെയുള്ളവര് ഇവിടെ മദ്യം അത്ര ഫ്രീലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, ഗൾഫ് ടൈംസിൽ വന്നൊരു ന്യൂസാണ്. ഒരു സർവേയുടെ ഫലമായിട്ട് അവർ പറഞ്ഞേക്കുന്നത്, അവർ കുടിക്കുന്നത് വളരെ ചീപ്പായിട്ട് ഈ UD കൊളോണൊക്കെ മേടിക്കാൻ കിട്ടും. ആ കാര്യം അതാണ് മേടിച്ചോണ്ട് വന്ന് അവർ കുടിക്കുന്നതെന്നാ പത്രത്തിൽ വായിച്ചത്. അതിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസ് അതുകൊണ്ടുണ്ട്. വളരെ സീരിയസ് ആണത്. ഈ കുടിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതെന്റെ ശരീരത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യുന്നില്ലെന്നറിയാം. ഇത് കുടിക്കുന്നവർക്കെല്ലാം അറിയാം ഇത് ഗുണമൊന്നും ചെയ്യുന്നില്ലെന്നറിയാം. ഗുണം ചെയ്യുന്നില്ലെന്ന്, നേരെ മറിച്ച് ഇതെന്റെ ശരീരത്തിന് ഇത് ദോഷമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുക? ഇത് കുടിക്കുക. ഇത് കുടിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട്. നോക്കണം, അവരുടെ ശരീരത്തിന്, അവരുടെ ബോഡിക്ക് അത് വളരെ ദോഷം ചെയ്യുന്നതാ. പക്ഷെങ്കിൽ എന്തോ സംതൃപ്തിയോ സന്തോഷമോ എന്തോ ഒരു പ്രത്യേക അനുഭൂതി അവർക്ക് കിട്ടുന്നു. ഞാൻ പറയട്ടെ, ആ പ്രത്യേക സംതൃപ്തി തോന്നുന്ന നമ്മിലെ ഘടകമാണ് ജഡമെന്ന വാക്കിനാൽ പൗലോസ് ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. ഓക്കെ, ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. കോപവും ക്രോധവും അല്ലേ? പെട്ടെന്ന് കോപം വരികയാണ്. കോപം വരുമ്പം എല്ലാവരുടെ അടുത്തും ഒന്നും കോപം വില പോകില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ആ കോപം ചെലവാകുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും? കോപം പ്രകടിപ്പിക്കും. കോപം പ്രകടിപ്പിക്കുമ്പോ എന്തോ കിട്ടും? എവിടെയോ ഒരു സുഖം ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്ന കോപം അമർഷം ഉള്ളിൽ അടക്കുമ്പം, അയ്യോ, അവൻ എന്നോട് പറഞ്ഞതിന് അതുപോലെ മറുപടി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നുമ്പോ ഏതാണ്ടൊരു പ്രയാസം തോന്നും. അതേസമയം
ഉരുളക്കുപ്പേരി പോലെ മുഖത്തടിച്ചതുപോലെ നമ്മളോട് ദോഷം ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരാളോട് മറുപടി പറയുമ്പോൾ ഏതാണ്ട് ഒരു സുഖം നമുക്ക് തോന്നുമോ ഇല്ലയോ? തോന്നും. ഞാൻ പറയട്ടെ, ആ തോന്നുന്ന നമ്മിലെ ഘടകമാണ് ജഡം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നമ്മുടെ ഈ ശരീരമല്ല ജഡം എന്ന വാക്കിനാൽ പൗലോസ് അർത്ഥമാക്കുന്നത്. അതിങ്ങനെ ഉള്ളിൽ തകട്ടി വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നതിനാൽ നമുക്കുണ്ടാകുന്ന സംതൃപ്തി ഉണ്ടാകുന്ന നമ്മിലെ ഘടകമാണ് ജഡം എന്ന വാക്കിനാൽ ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അത് മനസ്സിലായല്ലോ? അപ്പൊ ജഡമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാംസവും അസ്ഥിയുമുള്ള ഈ ശരീരമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മിലുള്ളതാകുന്ന പാപ പ്രകൃതമാകുന്ന സിൻ ഡോമിനേറ്റഡ് സെൽഫ് സെന്റേർഡ് സെൽഫ്. സെൽഫ് സെന്റേർഡ് സെൽഫ് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. സെൽഫ് സെന്റേർഡ്നെസ്, സ്വാർത്ഥമാകുന്ന എന്റേത്, ഞാന്, എനിക്ക്, ഞാൻ എന്നെ കുറിച്ച് തന്നെ എപ്പോഴും കൺസേൺഡായി എന്റെ കാര്യം, എന്റെ പേര്, എന്റെ താല്പര്യം, അതിനെക്കുറിച്ചുള്ള എന്റെ ചിന്തയും അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് പൗലോസ് പറഞ്ഞേക്കുന്നത് ജഡം. എന്നാൽ ജഡത്തെ അനുസരിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? അവർ സ്വർഗരാജ്യം അവകാശമാക്കിയല്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്കൊന്ന് പ്രവേശിക്കാൻ പോകുക. അപ്പോൾ ആത്മാവെന്നതിനാൽ പരിശുദ്ധാത്മാവെന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. ജഡം എന്നതിനാൽ നമ്മിലെ ഈ ഘടകമാണ് സിൻ ഡോമിനേറ്റഡ് സെൽഫ് സെന്റേർഡ്നെസ്. അതാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഭാഗം ഒന്ന് വായിച്ച ശേഷം ആ ഭാഗം ചിന്തിക്കാം. അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അപ്പോൾ വായിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ. ജഡം, ആത്മാവ്, ജഡം, ആത്മാവ്, ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വായിച്ചോ. യെസ് 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 യെസ്. നോക്കുക, ഇവിടെ ഈ വാക്യങ്ങള് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജഡം, ആത്മാവ്, ജഡം, ആത്മാവ് ആവർത്തിച്ച് ആവർത്തിച്ച് പൗലോസ് അതിനെക്കുറിച്ച് പറയുകയാണ്. ഈ വേദഭാഗം ഞാൻ ആദ്യമേ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. താഴോട്ടുള്ള ആ വാക്യങ്ങളുടെ മുഴുവനായിട്ട് ചിന്തിച്ചാൽ 5 മുതൽ 13 വരെയുള്ള ആ വേദഭാഗം നമ്മൾ ചിന്തിച്ചാൽ പ്രധാനമായിട്ട് പൗലോസ് അവിടെ അർത്ഥമാക്കുന്നത് സേവ്ഡ് ആൻഡ് അൺസേവ്ഡ് 2 കാറ്റഗറിയിലുള്ളവരെ കുറിച്ച് പ്രധാനമായിട്ട് അർത്ഥമാക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചും രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചും പ്രധാനമായിട്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്കും ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയും എന്നതുകൊണ്ടും രക്ഷിക്കപ്പെട്ടവരോട് തന്നെയാണ് ബാക്കിയുള്ള വേദഭാഗങ്ങൾ, വിശേഷിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ച ഗലാത്യ ലേഖനം 5:16 മുതലുള്ള വേദഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നതുകൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും എന്നതിനേക്കാളും ഇതൊന്നുകൂടി ഒന്ന് പേഴ്സണലൈസ് ചെയ്ത് ജഡത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മോട് ഉള്ള പ്രായോഗിക അർത്ഥത്തിൽ അത് ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊള്ളണം. ആകട്ടെ, നമ്മൾ അവിടെ പ്രധാനമായിട്ട് ഇവിടെ 2 ചിന്താഗതികളെ കുറിച്ചാണ് പറയുന്നത്. 2 മൈൻഡ് സെറ്റ്.
ഇംഗ്ലീഷ് വേദപുസ്തകം പ്രത്യേകിച്ച് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, the mind that is set on sinful nature and the mind that is set on what the Spirit wants. ആത്മാവിനെ അനുസരിച്ച് നടക്കാനായി ആ പ്രത്യേക ചിന്താഗതി, ആ മനോഭാവമുള്ള ഒരുവരും, മറ്റൊന്ന് ജഡത്തെ അനുസരിച്ച് നടക്കുവാനായി താല്പര്യപ്പെടുന്നവരും. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു വാക്യം ഒന്ന് വായിച്ച് മുൻപോട്ട് പോകുന്നത് ആവശ്യമായിരിക്കും. കാരണം ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ആ വിഷയം ദൈവമക്കൾക്കും സാധിക്കും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. 1 Corinthians chapter 3 verse 3. ആ ആ ആ ആ ആ ആ ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ ആരെങ്കിലും? ആ, യു ആർ സ്റ്റിൽ വേൾഡ്ലി ആൻഡ് ദർ ഈസ് യെസ്. ആ, ആർ യു നോട്ട് ആക്ടിങ് ലൈക്ക് മിയർ മെൻ? അപ്പൊ രക്ഷിക്കപ്പെട്ടവരിപ്പോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? രക്ഷിക്കപ്പെടാത്തവരെ പോലെ പെരുമാറുകയാണ്. എല്ലാവരും എൻ്റെ ഒപ്പം വരണേ. രക്ഷിക്കപ്പെട്ടവര് രക്ഷിക്കപ്പെടാത്തവരെ പോലെ, ലോക മനുഷ്യരെ പോലെ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഈ പകയൊക്കെ ഇരിക്കും. നിങ്ങൾ ആരാ? ശേഷം മനുഷ്യരെ പോലെയല്ലയോ? ശ്രദ്ധിക്കണം. അപ്പോൾ 2 മൈൻഡ് സെറ്റിനെ കുറിച്ച് പൗലോസ് പറയുക. ഒന്ന്, the mind that is set on what the Spirit wants. മറ്റൊന്ന്, the mind that is set on earthly things. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിക്കണം. earthly things അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു, ഈ പദപ്രയോഗങ്ങളൊക്കെ ആവർത്തിച്ച് നമ്മൾ കാണുന്നു. വിശേഷിച്ച് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ഇതുമായിട്ട് ചേർത്ത് വായിക്കണം. അപ്പോൾ മനസ്സിലാകും. അവിടെ 2 കാര്യങ്ങൾ പൗലോസ് പറയുന്നു. സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബവ്. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ. പിന്നെ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പിന്നെ താഴോട്ട് പറയുമ്പം ഭൂമിയിലുള്ളതെന്താ, ഉയരത്തിലുള്ളതെന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിലുള്ളത് ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെക്കുറിച്ചോ നമ്മുടെ പഠനത്തെക്കുറിച്ചോ നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ എപ്പോഴും വേദപുസ്തകം വായിച്ചുകൊണ്ട് വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, ദ ടോട്ടൽ ഡ്രിഫ്റ്റ് ആൻഡ് പർപ്പസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ പ്രീഒക്കുപ്പേഷൻ എന്താ? നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താ? നമ്മൾ ദൈവത്തിന് ജീവിക്കുന്നവരാണോ അതോ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ? മനസ്സിലാക്കണേ. റോമാലേഖനം 6:11 നിങ്ങളെ തന്നെ മരിച്ചവരായും ആർക്ക് ജീവിക്കുന്നവരായും എണ്ണുവിൻ? ദൈവത്തിന് ജീവിക്കുന്നവരായും എണ്ണുവിൻ. അപ്പൊ നിങ്ങള് ദൈവത്തിന് ജീവിക്കുന്നവരാണോ അതോ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ? അത് ഈ നമ്മുടെ റിലീജിയസ്, നമ്മുടെ ആത്മീക വിഷയങ്ങളും നമുക്ക് വേണ്ടി അതാക്കി തീർക്കാനായിട്ട് കഴിയും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ഉള്ളിൽ കയറാതിരിക്കാൻ പിശാചാവുന്നത് ശ്രമിക്കുക. അതുകൊണ്ട് പ്ലീസ് ദയവായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് തന്നെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ വാട്ട് ഈസ് അവർ പ്രീ ഒക്കുപ്പേഷൻ? പലപ്പോഴും നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ഉപവാസവും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാ. എന്നാൽ ഇവിടെ 2 മൈൻഡ് സെറ്റിനെ കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നു. ഒന്ന്, ആത്മ സ്വഭാവം ഉള്ളവർ, ആത്മാവിനുള്ളതും ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ചിന്തിക്കുന്നു. ഈ ജഡസ്വഭാവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ കണ്ടു. ജഡമെന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ കണ്ടു. അപ്പൊ ജഡസ്വഭാവമുള്ളവർ എന്നതിനാൽ നിശ്ചയമായിട്ടും രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ്
അത് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ശേഷം മനുഷ്യരെ പോലെ നാം ജീവിക്കാൻ തുടങ്ങിയാൽ നാമും എന്തായി തീരും? ജഡത്തെ അനുസരിച്ച് പതുക്കെ നടക്കാൻ തുടങ്ങും. നമ്മുടെ പ്രീഓക്കുപ്പേഷൻ എല്ലാം എന്തായിരിക്കും? നമ്മുടേതാകുന്ന ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ ഇച്ഛ, നമ്മുടെ ഹിതം, നമ്മുടെ താല്പര്യങ്ങൾ, അത് നിറവേറേണ്ടതിനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ബാക്കിയെല്ലാം. ഇതാണ് ജഡത്തെ അനുസരിച്ച് നടക്കുക എന്നതിനാൽ the mind that is set on earthly things, or the mind that is set on what the flesh wants. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ആത്മസ്വഭാവം വരിക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ചെയ്യുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ the chief ministry of the Holy Spirit is this. Our Lord Jesus Christ himself has said, it is not the gifts of the Spirit. കൃപാവരങ്ങളല്ല പരിശുദ്ധാത്മാവിന്റെ പ്രധാന പണി. യേശു കർത്താവ് പറഞ്ഞത് എന്താ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ അതൊക്കെ പറഞ്ഞു. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ, ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുക, എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതിനാൽ എന്നെ മഹിമപ്പെടുത്തും. മനസ്സിലാക്കണേ. അപ്പൊ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, ഒന്ന്, he reveals Christ to us and he reveals Christ in us. ക്രിസ്തുവിനെ, യേശുവിനെ, യേശു ആരാണെന്ന് അതുപോലെ നമുക്ക് വെളിപ്പെടുത്തും. പിന്നെ നമ്മിൽ കർത്താവിനെ വെളിപ്പെടുത്തും. നമ്മിൽ കർത്താവിനെ വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ്. ബാക്കി ശുശ്രൂഷകളെല്ലാം അതിന് മറ്റൊരു സ്ഥാനമേ ഉള്ളൂ എന്ന കാര്യം മറന്നുപോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ the chief work of the Holy Spirit is that Jesus may be glorified in and through us. നമ്മിൽ യേശു കർത്താവ് മഹിമപ്പെടുക എന്ന ശുശ്രൂഷയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യവും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. So when you set your mind on what the Spirit wants, you will always seek the glory of the Lord Jesus Christ. ആത്മാവ് ആഗ്രഹിക്കുന്നത് നമുക്ക് വേണം എന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ താല്പര്യം എന്തായിരിക്കണമെന്ന് അറിയാമോ? യേശു എന്നിൽ മഹിമപ്പെടണം. ഇതല്ലേ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്? പൗലോസ്ലീഹ പറയുന്നത് എന്താ? ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നതുപോലെ ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം എന്നേ ഉള്ളൂ. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും, തിന്നാം കുടിക്കാം, ഒരു കുഴപ്പമില്ല, എന്ത് ചെയ്താലും എന്തിനു വേണ്ടി ചെയ്തോണം? യേശു കർത്താവിന്റെ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? See, always seeking his glory, his name. എന്റെ കാര്യമല്ല, എന്റെ സ്വാർത്ഥതയല്ല, എന്റേതാകുന്ന താല്പര്യങ്ങളല്ല, ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ രാജ്യം. ഇതുകൊണ്ടല്ലേ കർത്താവ്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയാൽ, നമുക്ക് ചിന്തിക്കുന്ന പ്രാർത്ഥനയാൽ നടക്കാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ആദ്യം മനസ്സിൽ വരുന്നത്. എന്നാൽ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. നിന്റെ രാജ്യം അല്ല, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഹിതം. നോക്കിക്കേ, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഹിതം. പിന്നെ ഉള്ളൂ എന്റെ കാര്യം, അന്നുള്ള ആഹാരം തരണമേ. നിന്റേത്, നിന്റെ രാജ്യം, നിന്റെ ഹിതം, നിന്റെ നാമം, അതായിരിക്കും
ആത്മാവിനാൽ നടത്തപ്പെടുന്ന ശിഷ്യന്റെ ലക്ഷ്യം പറയുന്ന മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ദ മൈൻഡ് ദാറ്റ് ഈസ് സെറ്റ് ഓൺ വാട്ട് ദ സ്പിരിറ്റ് വാണ്ട്സ്. അപ്പൊ നമ്മള് നിശ്ചയമായിട്ടും നിങ്ങൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ, ഇപ്പം നമുക്ക് സമയമില്ല എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. അത് വീട്ടിൽ പോയി ഇതിനോട് ചേർത്തൊന്ന് വായിക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ഹോംവർക്ക് ചെയ്യുമോ? ചെയ്യണം കേട്ടോ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെ ഇതിനോട് ചേർത്ത് ഒന്ന് വായിക്കണം. അപ്പോൾ 2 മൈൻഡ് സെറ്റിനെ കുറിച്ച് പൗലോസ് പറയുന്നു. ഒന്ന്, അത് ജഡസ്വഭാവം, പിന്നെ ആത്മസ്വഭാവം. രണ്ടാമതായിട്ട് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ 2 മൈൻഡ് സെറ്റിനും ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റേണൽ കോൺസിക്വൻസസ്. ഇവിടെ ഈ 2 മനോഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഇത് കൊച്ചു കാര്യമാണെന്ന അല്ല, നിത്യമാകുന്ന പരിണിത ഫലങ്ങൾ ഇതിനുണ്ട്. ഈ വാക്യം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറൊരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ഇത് തന്നെ പൗലോസ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-8 വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്തിടാൻ കഴിയും. നോക്കുക, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം. അഗെയിൻ ജഡത്തിൽ വിതയ്ക്കുക. അടുത്തത്, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നോക്കിയ, ഇവിടെ ജഡത്തിന്റെ ചിന്ത എന്താ? റോമാലേഖനം 6:6, 8:6. ജഡത്തിന്റെ ചിന്ത എന്താ? മരണം. നമ്മള് ഗലാത്യർ 6:8 എന്താ വായിച്ചേ? ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും. നോക്കിയേ, ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും. സോ ഇന്ന് വിതയ്ക്കുന്നു, ഉടനെ അല്ല ഫലം. ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റേണൽ റാമിഫിക്കേഷൻ, നിത്യമാകുന്ന പരിണിത ഫലം. ഇവിടെ ജഡത്തിന്റെ ചിന്ത എന്താണ്? മരണം. എന്നാൽ ആത്മാവിന്റെ ചിന്ത എന്താ? നിത്യജീവൻ. ആത്മാവിൽ വിതയ്ക്കുന്നവൻ എന്ത് കൊയ്യും? നിത്യജീവനെ കൊയ്യും. പ്രിയമുള്ളവരെ, ഇതൊരിക്കലും മറന്നു പോകരുത്. ഞാൻ ഒരു ഉദാഹരണം, ഒരു കർത്താവിന്റെ ഭൃത്യം പറയുന്നുണ്ട്. എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു ഉദാഹരണം. ഒരിക്കൽ ഞാൻ നിങ്ങളോട് ഈ ഓഡിയൻസിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ആ ഇലുസ്ട്രേഷൻ എന്ന് പറയാം. ഒരിക്കല് ഈ മുയലിനെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുയലിനെ പിടിക്കുക എന്നുള്ളതാ. കാട്ടുമുയലിനെ പിടിക്കുക എന്നുള്ളതാ അയാളുടെ പണി. അതിനെ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക. അതാണ് അയാളുടെ ജീവസന്ധാരണം. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കല് ഒരു ദിവസം ഒരു മാഗസിൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ അതിനകത്ത് നല്ലൊരു ക്യാരറ്റിന്റെ പടം കണ്ടു. നല്ല ക്യാരറ്റിന്റെ പടം. അപ്പൊ സാധാരണ ഇവർ മുയലിനെ ട്രാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ക്യാരറ്റ് വെച്ചാണ് മുയലിനെ കെണി ഒരുക്കുന്നത്. നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ റിയൽ ആണെന്ന് തോന്നുന്ന ഒരു ഫോട്ടോ ഒരു മാഗസിനിൽ അയാൾ കണ്ടു. ഉടനെ അയാളുടെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നീ നോക്കിക്കോ, ഇന്ന് ഞാൻ മുയലിനെ ഈ പടം വെച്ച് പിടിക്കാൻ പോകാം. നീ കണ്ടോണേ എന്റെ വിരുദ്, എന്റെ സ്കില്ല് നീ മനസ്സിലായി. മുയലിനെ ഈ പടം വെച്ച് ഞാൻ കളിപ്പിച്ച് പിടിക്കാൻ പോകാം. ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മറുപടി പറഞ്ഞു, താങ്കൾ മുയലിനെ പിടിക്കും, അത് ശരിയാ, പക്ഷെങ്കില് താങ്കൾ ഇന്ന് ഇത് വെച്ച് പിടിക്കാൻ പോകുന്ന മുയല് ഒരു പടമായിരിക്കും എന്നവർ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയലായിട്ടുള്ള ക്യാരറ്റ് വെച്ചെങ്കിലേ എന്തിനെ കിട്ടത്തുള്ളൂ? ജീവനുള്ള മുയലിനെ കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പടം വെച്ച് കഴിഞ്ഞാൽ എന്നോ കിട്ടും? പടം കിട്ടും. മനസ്സിലാക്കണേ. അപ്പൊ ജഡത്തിൽ വിതച്ചു കഴിഞ്ഞാൽ എന്തോ കൊയ്യും?
നാശം കൊയ്യും, മറന്നുപോകരുത്. ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. ഇവിടെയുള്ളത് വെറും പടമാണെങ്കിൽ നിത്യതയില് വെറും പടമാണെന്ന് വെളിവാകും. എന്റെ കൂടെ വരണേ. ഇവിടുത്തേത് പടമായി ഇവിടെ വെക്കുന്നതെങ്കിൽ നിത്യത അത് പടമാണെന്ന് തെളിയിക്കും. ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റേണൽ ഇഫക്റ്റ്. നിത്യമാകുന്ന ഒരു പരിണിത ഫലമുണ്ട്. നാം വായിക്കുന്നു, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ നിത്യജീവൻ. ഈ രണ്ട് കാര്യത്തിനും വളരെ വ്യക്തമാകുന്ന കോൺസിക്വൻസസ് ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ജഡത്തിന്റെ ചിന്ത മരണമെന്ന് പറഞ്ഞാൽ എന്താ? പ്രിയമുള്ളവരെ, എന്റെ ഒപ്പം ശ്രദ്ധിക്കണേ. ജഡത്തിന്റെ ചിന്ത മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാട്. വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മയില്ലാതെ ഇരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ജഡത്തെ അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം സംഭവിക്കുന്നത് ഇവിടെ ദൈവവുമായിട്ടുള്ള ഊഷ്മളമാകുന്ന കൂട്ടായ്മ ബന്ധത്തിന് കേടുവരികയാ വരുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവമുണ്ടോ ഇല്ലയോ? പ്രിയമുള്ളവരെ, നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയാൽ ആദ്യം സംഭവിക്കുന്നത് കർത്താവുമായിട്ടുള്ള ഊഷ്മള ബന്ധത്തിന് പിഴവ് പറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അത് സംഭവിക്കും. ഇവിടെ കൂട്ടായ്മ ബന്ധത്തിന് കുഴപ്പം സംഭവിക്കും. പിന്നെയോ നിത്യമായിട്ട് എന്നേക്കുമായിട്ട് അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ ഇതിന് വളരെ വ്യക്തമാകുന്ന പരിണിത ഫലം ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, മരണമെന്ന് ജഡത്തിന്റെ ചിന്തയുടെ ഫലമായിട്ട് പറയുന്നെങ്കിൽ ആത്മാവിന്റെ ചിന്ത, ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് ജീവിക്കുന്നവരായി നമ്മൾ നടന്നാൽ ഒന്ന്, വി വിൽ ബി അലേർട്ട് ടു സ്പിരിച്വൽ റിയാലിറ്റീസ്. ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവിന്റെ ചിന്ത നമ്മുടെ ചിന്തയായി തീരുമ്പോൾ, ഒന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധവും ദൈവിക സാന്നിധ്യവും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായിരിക്കും. അതുകൊണ്ടല്ലേ ദാവീദ് 63-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. പിന്നെ നോക്കെ, എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. പിന്നെ അതിന്റെ മുകളിൽ ഒരു കാര്യമുണ്ട്, എന്റെ ആത്മാവ് അന്വേഷിക്കും. എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അപ്പൊ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം, ആ ഊഷ്മളമാകുന്ന ബന്ധം, അത് നമുക്ക് താല്പര്യമുള്ളതായി തീരും. ഒന്ന്, അപ്പൊ നമ്മൾ മനസ്സിലാക്കണേ, നമ്മൾ ജഡത്തെ, വെദർ വി ആർ ഡോമിനേറ്റഡ് ബൈ സെൽഫ്, സിൻഫുൾ സെൽഫ്, ഓർ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാ. ദാവീദ് പറയുക, അയ്യോ നിന്റെ ഞാൻ ഉണങ്ങി വരേണ്ട ഈ ദേശത്തും എന്റെ ഉള്ളം നിനക്കായിട്ട് ദാഹിക്കുന്നു, കാക്ഷിക്കുന്നു, ദാഹിക്കുക. അത് തന്നെയല്ലേ 42-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. ഇത് ശിഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവൻ. വാസ്തവത്തിൽ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവാണ് നമ്മുടെ നീതി, അവൻ നമ്മുടെ നീതിയാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പും ദാഹവും എപ്പോഴും ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവഭക്തൻ ഉണ്ട്. അതില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്റെ ഫലം എന്താണെന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്ന പോലെ കൊച്ചുകാരി ഈ ഉപദേശം എന്നും പറയുന്ന പോലെ ഇത് ലൈറ്റായിട്ട് നമ്മൾ എടുക്കരുത്. ഇതിന്റെ അന്തം ഒന്നുകിൽ നിത്യനാശം, നിത്യമരണം, അല്ലെങ്കിൽ നിത്യ ജീവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്.
നമ്മൾ തുടർന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാല് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകയാൽ വിശ്വാസാൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം, ദൈവവുമായിട്ടുള്ള സമാധാനം, ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ടല്ലേ ആത്മാവിന്റെ ഫലമോ, പിന്നെ എന്തൊക്കെയാ നമ്മൾ വായിച്ച ഗലാത്യ ലേഖനം 5:22 എന്താ വായിച്ചത്? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. നോക്കിക്കേ, സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തുവാ? ജീവനും സമാധാനവും. അത് ഇവിടെയുമുണ്ട്, വരുന്ന ജീവിതത്തിലുമുണ്ട്. ഇത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ 2 കോൺസിക്വൻസസ് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ, നമ്മുടെ മനോഭാവത്തിന്റെ, നമ്മുടെ ചിന്താഗതിയുടെ 2 പരിണത ഫലങ്ങൾ, ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം. ഇനി 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മൈൻഡ് സെറ്റ്, ഇത് നമ്മുടെ അടിസ്ഥാനപരമാകുന്ന ദൈവത്തോടുള്ള മനോഭാവത്തെ വെളിപ്പെടുത്തുന്നത്. ആ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ യെസ്, ആ 2 കാര്യങ്ങൾ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ആരായിരുന്നു? റോമർ 5:11 നമ്മൾ ശത്രുക്കളായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക മനോഭാവത്തെക്കുറിച്ച്, മൈൻഡ് സെറ്റിനെ കുറിച്ച് പൗലോസ് പറയുക. ജഡത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രീഓക്കുപേഷൻ ആക്കി വെച്ചാൽ പിന്നെ ക്രമേണ സംഭവിക്കുന്നത് എന്താ? ദൈവത്തോട് നമ്മൾ ശത്രുത്വം പുലർത്താൻ തുടങ്ങും. ഇനി ദൈവത്തോട് ശത്രുത്വം പുലർത്തുന്നെന്നുള്ളത് എങ്ങനെയാ? the very explicit evidence of our enmity, how is it revealed? ആ വാക്യത്തിൽ തന്നെയുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അതേസമയം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ: ഉള്ളം കൊണ്ട് ഞാന് 7:22 ഉള്ളം കൊണ്ട് ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഐ ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്. 1-ാം സങ്കീർത്തനം നമുക്ക് കാണാതറിയാമല്ലോ. അതിനകത്തൊരു വാക്യം ഇങ്ങനെയുണ്ട്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച്. പിന്നെ യെസ്, ഓക്കെ, അതെല്ലാം അതിന്റെ ഒരു പ്രത്യേക വാക്യമാണ്. സന്തോഷിച്ച്, ഇല്ലേ? 2-ാം വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, അവന്റെ ന്യായപ്രമാണത്തെ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണേ, നമ്മുടെ ഫണ്ടമെന്റൽ ആറ്റിറ്റ്യൂഡ് ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടുമുള്ള നമ്മുടെ മനോഭാവം. അപ്പൊ ദൈവത്തിന്റെ വചനത്തോടുള്ള മനോഭാവം കൊണ്ട് മനസ്സിലാകും ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താന്ന്. മനസ്സിലാവുന്നുണ്ടോ? വേദപുസ്തകം ബോറിംഗ് ആണോ? യു ബെറ്റർ സ്റ്റോപ്പ് ആൻഡ് സെർച്ച് യുവർ സെൽഫ് വെദർ യു ആർ റിയലി ബോൺ അഗെയിൻ ഓർ നോട്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾ സ്നാനപ്പെട്ടവരെന്ന് ഞാൻ പറയുന്നത് ചിലപ്പോൾ മുങ്ങിയവരായിരിക്കും. പക്ഷെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ ആർക്ക് കഴിയത്തില്ല? ജഡസ്വഭാവം ഉള്ളവർക്ക്. So when you don't find delight in God's word, it proves who you are. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏത് ആത്മാവിനാലാണ് നടത്തപ്പെടുന്നതെന്ന്. ഇന്ന് പലർക്കും വേദപുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും പഠിക്കുന്നതും ബൈബിൾ ക്ലാസ്സും ബോറിംഗ്. പക്ഷേ ഞാനൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയുക, ഇറ്റ് പ്രൂവ്സ് അവർ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗാഡ്.
കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നതെല്ലാം ദൈവവചനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ദൈവത്തിന്റെ വചനം ജീവനാകുന്നു. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് പറഞ്ഞു, ജീവനുള്ള അപ്പം ഞാനാകുന്നു. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നു, നിന്റെ വചനം വന്നപ്പോൾ, യെരമ്യാവ് പറയുന്നു, ഞാൻ അതിനെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവവും ദൈവവചനത്തോടുള്ള മനോഭാവവും ഒന്നാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ആത്മാവിനാൽ നടത്തപ്പെടാൻ തുടങ്ങുമ്പോഴാണ്. അല്ലാത്തുള്ളതൊക്കെ വെറും പടമാണേ. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ആ പടം വെച്ചാൽ കിട്ടാൻ പോകുന്നത് പടമാണ് കിട്ടാൻ പോകുന്നത്. എന്നാൽ റിയൽ വെച്ച് കഴിഞ്ഞാൽ റിയലായിട്ടുള്ളത് കിട്ടാൻ തുടങ്ങും. നമ്മൾ മറന്നു പോകരുത്. സോ നമ്മൾ ദൈവമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബന്ധം, ഇതിനെല്ലാം ദൈവം വെച്ചേക്കുന്നത് ദൈവവചനവും പ്രാർത്ഥനയും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ, അപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് കീഴ്പ്പെടാൻ കഴിയാത്തതിന്റെ കാരണം നമ്മൾ മറന്നു പോകരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാ. അത് മറന്നു പോകരുത്. സ്തോത്രം. അതിനെക്കുറിച്ച് എനിക്ക് വളരെ പറയാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകളെ ആ 8-ാം വാക്യം കൂടെ പറഞ്ഞ് അങ്ങ് പെട്ടെന്ന് നിർത്താം. 4-ാമത്തെ കാര്യം, ആ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതിന്റെ കാരണം, ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് നമ്മൾ എന്തായിരിക്കുക? ശത്രുത്വ. പിന്നെങ്ങനെയാ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പല കാര്യങ്ങളും നമ്മളോട് പറയണമെന്നുണ്ട്, പക്ഷെ പുസ്തകം എടുക്കത്തേയില്ല. പുസ്തകത്തിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നമുക്കറിയാൻ താല്പര്യമില്ല. നമുക്ക് താല്പര്യം ആരേലും ഒക്കെ പറയുന്ന, കണ്ണടച്ച് പറയുന്ന കാര്യമൊക്കെയാ ദൈവം പറയുന്നതെന്നാ നമ്മുടെ ചിന്ത. എന്നാൽ കണ്ണു തുറന്ന് ദൈവം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്റെ പ്രിയരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6:38 ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 6:38, ഇഫ് ഐ എം കറക്റ്റ്. വായിച്ചു. അത് തന്നെ. നോക്കുക, യേശു കർത്താവ് പറയുന്നത് എന്താ? ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ പ്രസാദിക്കുന്നത്. നോക്കുക, സ്വർഗത്തിൽ ഞാൻ എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. ഇനിയും കൊരിന്ത്യരുടെ 2-ാം ലേഖനം, ഞാൻ വാക്യങ്ങൾ മാത്രം വായിച്ച് പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. 2-ാം ലേഖനം 5:9-10 ഒന്ന് വായിച്ചേ. നോക്കുക, പൗലോസ് പറയുക, ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും, കം വാട്ട് മേ, വെദർ ഐ ലിവ് ഓർ ഡൈ, മരിച്ചാലും ജീവിച്ചാലും ഒരു താല്പര്യമുള്ളൂ. എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിന്റെ കാരണം താഴോട്ട് പറയുന്നുണ്ട്. എന്താ അടുത്ത വാക്യം എന്താണെന്നറിയാമോ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കണം. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത പൗലോസ് പറയുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും, അവിശ്വാസികളെ കുറിച്ചല്ലത് പറയുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പാകെ വെളിപ്പെടേണ്ട. അതുകൊണ്ട് എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും എനിക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ജഡസ്വഭാവം ഉള്ളവർക്ക് എന്തില്ല? കഴിയുകയില്ല.
1 തെസ്സലോനിക്കർ 4:1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. പെട്ടെന്ന് വാക്യങ്ങൾ പറഞ്ഞ് വായിച്ചങ്ങ് മുൻപോട്ട് പോകാം. 1 തെസ്സലോനിക്കർ 4 യെസ് നോക്കുക. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി, അധികമായി വർദ്ധിച്ചു വരണം. പൗലോസ് പിന്നെ താഴോട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവത്തെ എങ്ങനെ, അതിന് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി 300 വർഷങ്ങൾ ജീവിച്ചിരുന്ന ഒരു ഭക്തന്റെ ജീവിതം മുഴുവൻ ഒറ്റ സെന്റൻസ് കൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയേക്കുന്നത്. എന്താണെന്നറിയാമോ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ആര്? ഹാനോക്ക്. അവൻ ചെയ്ത പ്രസംഗത്തെക്കുറിച്ചോ, അവൻ നേടിയ ആത്മാക്കളെക്കുറിച്ചോ, അവന്റെ വസ്തുവകളെക്കുറിച്ചോ, അവന്റെ വലിയ അച്ചീവ്മെന്റ്സിനെ കുറിച്ചോ ഒന്നിനെക്കുറിച്ചും പറഞ്ഞില്ല. ഒറ്റ കാര്യം, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. അടുത്ത വാക്യം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നതിന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. 300 വർഷത്തെ ജീവിതം ഒറ്റ സെന്റൻസ് കൊണ്ട് പറഞ്ഞേക്കുക, ഹി പ്ലീസ്ഡ് ഗാഡ്. അങ്ങനെയെങ്കിൽ എത്രയെങ്കിലും വർഷമാകട്ടെ, 50 ആകട്ടെ, 30 ആകട്ടെ, 10 ആകട്ടെ, 15 ആകട്ടെ, എത്രയും ആകട്ടെ, നമ്മുടെ ഹോൾ ലൈഫ് നിത്യതയിൽ വെളിപ്പെടാൻ പോകുന്നത് വെദർ വി പ്ലീസ്ഡ് ഗാഡ് ഓർ നോട്ട്, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചോ എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ കാര്യം. നമുക്ക് വേണേ നമ്മെ തന്നെ പ്രസാദിപ്പിക്കാനും കഴിയും, മനുഷ്യനെ പ്രസാദിപ്പിക്കാനും കഴിയും. വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയും, നമ്മെ തന്നെ പ്രസാദിപ്പിക്കാൻ കഴിയും. എന്നാൽ നമ്മയും പ്രസാദിപ്പിക്കരുത്, മനുഷ്യനെയും പ്രസാദിപ്പിക്കരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളെ ഞാനിവിടെ അവസാനിപ്പിക്കുക. 2 കാര്യങ്ങൾ, 2 കാറ്റഗറിയിലുള്ളവരെ നമ്മൾ കണ്ടു. ഒന്ന്, ജഡസ്വഭാവമുള്ളവർ, ആത്മസ്വഭാവമുള്ളവർ. രണ്ടാമതായിട്ട് 2 മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു. ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത. മൂന്നാമതായിട്ട് 2 പാറ്റേൺ, 2 മാതൃക നമ്മൾ കണ്ടു. ആത്മാവിനെ അനുസരിച്ച്, ജഡത്തെ അനുസരിച്ച്. നാലാമതായിട്ട് 2 ഫലങ്ങൾ നമ്മൾ കണ്ടു. ആത്മാവിന്റെ ചിന്ത സമാധാനവും ജീവനുമാകുന്നു, എന്നാൽ ജഡത്തിന്റെ ചിന്തയോ മരണമാകുന്നു. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? സ്തോത്രം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു, പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും. ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിക്കാൻ കഴിയുകയില്ല, കാരണം പാപനിമിത്തം. എന്നാൽ പുത്രനെ അയച്ചു, പാപനിമിത്തവും പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതിന്റെ കാരണം, അതിന്റെ ഉദ്ദേശം എന്ത്? ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. എങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് തീരുമാനിക്കണം, വെദർ ഐ വാണ്ട് ടു ലിവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് or else I want to live according to the spirit. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണമോ, ജഡത്തെ അനുസരിച്ച് നടക്കണമോ? നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ശേഷം മനുഷ്യരെ പോലെ, ലൗകികരെ പോലെ നമ്മളായിത്തീരാതെ ദൈവത്തിന് പ്രസാദമുള്ളതെന്തെന്ന് അന്വേഷിക്കുകയും അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. സഹോദരൻ